प्यारे बच्चों, नमस्ते। आशा करती हूँ आप सब ठीक से हैं। देखिए, मैं यहाँ आपको कोट दिखाती हूँ। मुझे बारिश में चलना पसंद है, मेरे आंसू जो नहीं देख पाता है कोई. എനിക്ക് മഴയത്ത് നടക്കാൻ ഇഷ്ടമാണ്, കാരണം എൻ്റെ കണ്ണുനീര് ആർക്കും കാണാൻ കഴിയില്ല. ये किसका कथन है? चैपलिन का कथन है. क्या आप जानते हो चैपलिन को? कौन है चैपलिन? देखिए, आज हम दूसरी यूनिट का दूसरा पाठ पढ़ेंगे. पाठ का नाम सबसे बड़ा शोमैन. ഏറ്റവും വലിയ शोमैन. यह तो एक जीवनी है. कौन सी प्रोक्ति है? जीवनी है. जीवनीकार या लेखक कौन है? गीत चतुर्वेदी. आप सब जानते हैं सबसे बड़े शोमैन को. सर चार्ल्स स्पेंसर चैपलिन. कौन है सबसे बड़ा शोमैन? सर चार्ल्स स्पेंसर चैपलिन. उनका जन्म 16 अप्रैल 1889 को हुआ. ഇവിടെ സോ എന്നല്ല സൗ എന്നാണ്, ഒരു വരിയും കൂടെ ഉണ്ട്. ചാപ്ലിൻ്റെ ജനനം 1889 ഏപ്രിൽ 16 ചാപ്ലിൻ വിശ്വക്കെ ബഡേ കലാകാരോമേക്ക് ലോക പ്രശസ്തരായ വലിയ കലാകാരന്മാരിൽ ഒരാളാണ് ചാപ്ലിൻ. ഹാസ്യ അഭിനേതാവാണ്, ഫിലിം നിർദ്ദേശകനാണ്, സംവിധായകനാണ്, സംഗീതജ്ഞനാണ്, ഫിലിം നിർമ്മാതാവാണ്. അങ്ങനെ പല രീതിയിലും പ്രശസ്തനാണ്. മഷഹൂർ എന്ന് പറഞ്ഞാൽ പ്രശസ്തൻ. अमेरिकी सिनेमा के क्लासिकल हॉलीवुड युग के प्रारंभ से मध्य तक उनका योगदान रहा. പ്രാരംഭ അമേരിക്കൻ ക്ലാസിക്കൽ ഹോളിവുഡ് യുഗത്തിലെ ആരംഭകാലം മുതൽ മധ്യകാലം വരെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഉണ്ട്. एक शिशु कलाकार से लेकर 88 वर्ष की आयु तक ഒരു ചെറിയ കുട്ടി കലാകാരനായി തുടങ്ങി 88 വയസ്സ് വരെ അദ്ദേഹം ഈ ഒരു മേഖലയിൽ സജീവമായിരുന്നു. സക്രിയ എന്ന് പറഞ്ഞാൽ സജീവം. 25 दिसंबर 1977 को इस महान कलाकार का निधन हुआ. 1977 ഡിസംബർ 25 അദ്ദേഹത്തിൻ്റെ മരണം. उनकी मॉडर्न टाइम्स, दि ग्रेट डिटेक्टर, द किड, सिटी लाइट्स, द सर्कस आदि कई फिल्में विश्व भर के लोग अध्ययन और मनोरंजन के लिए देखते हैं. ഈ പറഞ്ഞ ഫിലിംസ് ഒക്കെ തന്നെ പഠനാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റിനും ലോക ജനത ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതൊരു ജീവനിയാണെന്ന് പറഞ്ഞു. എന്താണ് ജീവനി എന്ന് പറഞ്ഞാൽ? एक व्यक्ति दूसरों के बारे में जो लिखता है वो है जीवनी. एक व्यक्ति अपने बारे में जो लिखता है वो है आत्मकथा. यहाँ गीत ചതുർവേദി ഹേ ജീവനിക്കാർ. ഈ ജീവചരിത്രം ബയോഗ്രാഫി രചിച്ചിരിക്കുന്നത് ആരാണ്? ഗീത് ചതുർവേദിയാണ്. ഗീത് ചതുർവേദിയുടെ ജനനം 1977 നവംബർ 27 മുംബൈയിലായിരുന്നു. അദ്ദേഹം ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ എന്നാണ്, ഇവിടെ അദ്ദേഹം എന്നാണ് അർത്ഥം. ആപ്പ് കവി ഹേ, ജീവനികാർ ഭി ഹേ. ജീവചരിത്രം രചിക്കുന്ന ആളാണ്, കവിയാണ്. अब आप दैनिक भास्कर नोएडा के संपादकीय विभाग में कार्यरत है. അദ്ദേഹം ഇപ്പം വർക്ക് ചെയ്യുന്നത് ഒരു പത്രമാധ്യമത്തിലാണ്, എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ്. ദൈനിക ഭാസ്കർ എന്ന പത്രമാധ്യമത്തിലെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. हम चार्ली चैपलिन की जीवनी पढ़े. सबसे बड़ा शोमैन. जीवनी. गाते गाते अचानक माम की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. പാടി പാടി പെട്ടെന്ന് അമ്മയുടെ ശബ്ദം ഇടറി ഒരു പിറുപിറുപ്പിലേക്ക്, ചിലപ്പിലേക്ക് മാറി. തബ്ദീൽ ഹോ ഗയി എന്ന് പറഞ്ഞാൽ മാറി. ലോഗോं को लगा कि മൈക്ക് में कुछ खराबी आ गई है. ജനങ്ങൾക്ക് തോന്നി മൈക്കിന് എന്തോ ഒരു കുഴപ്പം വന്നിട്ടുണ്ട്. पर फुसफुसाहट जारी थी. ഇവിടെ ജാരിയല്ല, ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്. ജാരി थी. പക്ഷേ ആ കുഴപ്പം തുടർന്നുകൊണ്ടേയിരുന്നു. പിറുപിറുക്കൽ, ഒരു ചിലപ്പ് തുടർന്നുകൊണ്ടേ ഇരുന്നു. ലോഗ് ചില്ലാനെ ലഗെ.
ജനങ്ങൾ അട്ടഹസിക്കാൻ തുടങ്ങി, ഒച്ച വെക്കാൻ തുടങ്ങി. കഹീ സെ കുച്ച് ലോഗ് മ്യാവൂ മ്യാവൂ കി ആവാസ് നിക്കാലെ ലഗെ. എവിടെ നിന്നൊക്കെ ഒരു പൂച്ചയുടെ ശബ്ദമൊക്കെ തന്നെ പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഇസ് അഭദ്ര शोर ने माम को സ്റ്റേജ് से हटने को मजबूर कर दिया. ഈ അഭദ്രമായ, മാന്യം അല്ലാത്ത ഈ ശബ്ദം അമ്മയെ സ്റ്റേജിൽ നിന്നും മാറാൻ നിർബന്ധിതയാക്കി. അഭദ്ര ഷോർ എന്ന് പറഞ്ഞാൽ മാന്യമല്ലാത്ത ശബ്ദം എന്നുള്ള അർത്ഥത്തിലാണ്, ശുഭകരമല്ലാത്ത ശബ്ദം. ചാർലി को वो अक्सर अपने साथ थिएटर ले जाती थी. ചാർലിയെ എപ്പോഴും അമ്മ തിയേറ്ററിൽ കൊണ്ടുപോകുക പതിവായിരുന്നു. ഇവിടെ അമ്മ ഹെന്ന ലണ്ടനിലെ പ്രസിദ്ധയായ ഗായികയാണ്. അപ്പോൾ ലണ്ടനിലെ പ്രസിഡൻസി ഹാളിൽ തിങ്ങി നിറഞ്ഞ സദസ്സിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. ശബ്ദം നിലച്ചുപോയി. ഉസ് ദിൻ ബി പർദേ കെ പീച്ചെ ഖടാ വ ആവാസ് കെ തമാശെ കോ ദേഖ് രഹാ താ. ആ ദിവസവും കർട്ടന് പിറകിൽ നിന്നുകൊണ്ട് ഈ തമാശകളൊക്കെ നോക്കി കാണുകയായിരുന്നു ചാർലി. മാം और മാനേജർ में ബഹസ് ഹോത്തെ ദേഖ് വ വഹാ ഗയ. അമ്മയും മാനേജറും തമ്മിലുള്ള തർക്കം കണ്ടിട്ട് അവനും സ്റ്റേജിലേക്ക് പോയി. मैनेजर ने चार्ली को माम के कुछ दोस्तों के सामने अभिनय करते देखा था. ചാർലി തൻ്റെ അമ്മയുടെ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ അഭിനയിച്ച് കാണിക്കുന്നതൊക്കെ തന്നെ മാനേജർ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വ ഉസെ സ്റ്റേജ് പർ ഭേജനേക്ക് ജിദ് കർനെ ലഗി. സ്റ്റേജിൽ മകനെ അയക്കണമെന്ന് നിർബന്ധിക്കാൻ തുടങ്ങി. മാം ഡർ ഗയി. അമ്മ ഭയന്നു. 5 साल का बच्चा इस उग्र भीड़ को झेल पाएगा. 5 വയസ്സുള്ള ഈ കുട്ടിക്ക് ഈ ജനക്കൂട്ടത്തെ അതിജീവിക്കാൻ കഴിയുമോ, സഹിക്കാൻ കഴിയുമോ എന്നുള്ള തോന്നലായിരുന്നു അമ്മക്ക്. बहुत मुबाहिसा के बाद वो अंततः चार्ली को സ്റ്റേജ് पर ले गया. വളരെ നേരത്തെ തർക്കത്തിന് ശേഷം എന്താക്കി, സ്റ്റേജിലേക്ക് ആരെ കൊണ്ടുപോകുന്നു, കുട്ടിയെ കൊണ്ടുപോകുന്നു. കുട്ടിയായ ചാർലിയെ കൊണ്ടുപോകുന്നു. और बचाव के कुछ शब्द രക്ഷപ്പെടാനുള്ള അവസാന വാക്കും പറഞ്ഞതിന് ശേഷം ഉസെ അകേല ചോടായ. ചാർലിയെ ഒറ്റയ്ക്ക് സ്റ്റേജിൽ നിർത്തിയിട്ട് അമ്മ തിരിച്ചു. ദുए के उड़ते हुए चल्लों के बीच ചാർലി ने മഷ്ഹൂർ ഗീത് ജാക്ക് ജോൺസ് ഗാന ശുരു കിയ. ആ കാലഘട്ടത്തിലെ പ്രശസ്തമായ ഫേമസ് ആയിട്ടുള്ള ഒരു ഗാനമായിരുന്നു ജാക്ക് ജോൺസ് ഗീതം, പാട്ട്. ആ പാട്ടായിരുന്നു ആദ്യമായിട്ട് ചാർലി സ്റ്റേജിൽ നിന്നും പാടാൻ ആരംഭിച്ചു. കുച്ച് ദേർ തക് ഓർക്കസ്ട്ര വാലെ ഉസ്കി ആവാസ് മേം ഉസ് ഗാനെ കി ദുൻ തലാശ് തെരെ. കുറച്ച് സമയത്തേക്ക് ഓർക്കസ്ട്രക്കാര് അതിന്റെ ശ്രുതി, ഈണം തെരയുകയും കിട്ടിയതും വോ ജൈസെ ഹി മിലി ഗാന സജനെ ലഗ. പാട്ട് ആരംഭിച്ചു. വളരെ ഗംഭീരമായിട്ട് തന്നെ പാട്ട് ആരംഭിച്ചു. ഗാന അഭി ആതാ ഹി ഹുവാ താ. പകുതി ആയിട്ടില്ല കി സ്റ്റേജ് പർ പൈസോं की ബൗഛാർ ശുരു ഹോ ഗയി. സ്റ്റേജിലേക്ക് പണം വർഷിക്കാൻ തുടങ്ങി, പെയ്യാൻ തുടങ്ങി. ചാർലിനെ ഗാന രോക്ക് ദിയ. അപ്പോൾ ചാർലി എന്താക്കി, പാട്ടങ്ങ് നിർത്തി. അവർ ഘോഷണാക്കി, എന്നിട്ട് പ്രഖ്യാപിച്ചു, വിളംബരം ചെയ്തു, പെഹലെ മേ യേ പൈസെ ബട്ടോരുങ്ക. ഞാൻ ആദ്യം ഈ പണമൊക്കെ ഒന്ന് ശേഖരിക്കട്ടെ. और उसके बाद ही गाऊंगा. അതിന് ശേഷം ഞാൻ പാടുള്ളൂ. ഇസ് ബാത്തിനെ ഹാൾ കോ ഹസി ഘർ മേ തബ്ദീൽ കർ ദിയ. അവൻ അത് പറഞ്ഞതും ഹാളിനെ ചിരിമന്ദിരമാക്കി. മുഴുവൻ എല്ലാവരും, ഹാളിലുള്ള ജനങ്ങൾ മൊത്തം ചിരിക്കാൻ തുടങ്ങി. ചിരിയുടെ മാലപ്പടക്കം എന്നൊക്കെ പറയാം. ചിരിമന്ദിരമാക്കി. തബ് തക് മാനേജർ ഏക്ക് റൂമാൽ ലേക്കറായ. അപ്പോഴേക്കും മാനേജർ ഒരു കർച്ചീഫ് എടുത്തു വരികയും പൈസ ബട്ടോർനെ ലഗ. പണം ശേഖരിക്കാൻ തുടങ്ങി. നിലത്ത് വീണ പണമൊക്കെ തന്നെ ശേഖരിക്കാൻ തുടങ്ങി. ചാർലി കോ ലഗാക്കി മാനേജർ ഖുദ് പൈസെ രഖ് ലേന ചാഹത്താ ഹൈ. ചാർലിക്ക് തോന്നി, ഈ മാനേജർ പൈസ മുഴുവനും കൊണ്ടുപോകുന്ന തോന്നുന്നത്. ഉസ്നെ യഹ് ബാത്ത് ശിക്കായത്തി ലഹജെ മേ ദർശകോं से कह दी. കാണികളോട് ആവലാതി സ്വരത്തിൽ അവന്റെ മനസ്സിലെ കാര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഹസി തബ് ഔർ ബഡ് ഗയി. അപ്പം ചിരി ഒന്നുകൂടി വർദ്ധിച്ചു. जब रूमाल की पोतली में पैसे बांध बैक स्टेज की ओर जाते मैनेजर के पीछे चार्ली व्याकुलता से लग गया. ഇപ്പോഴാണ് ചിരി ഒന്നുകൂടി വർദ്ധിച്ചത്. അവൻ ഇത് പറഞ്ഞതും മാത്രമല്ല, ഈ കർച്ചീഫില് പൊതിഞ്ഞ പൈസയുമായി സ്റ്റേജിന്റെ പിറകിലേക്ക് പോകുന്ന മാനേജറുടെ
പിറകെ വ്യാകുലചിത്തനായിക്കൊണ്ട് വ്യാകുലതയോടുകൂടി ആരും നിൽക്കുന്നുണ്ട്, ആരും പോകുന്നുണ്ട്, ചാർലിയും പോകുന്നുണ്ട്. ജബ് തക് മാനേജറിനെ वो पोतली മാം के हवाले नहीं की वो नहीं लौटा. അമ്മയുടെ കയ്യിലേക്ക് ആ പണത്തിന്റെ പൊതി ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ അവൻ സ്റ്റേജിലേക്ക് തിരിച്ചു വന്നുള്ളൂ. ചാർലിനെ ജനതാമേ ഗുദ്ഗുദി ഫൈലാദീത്തി, ആഹ്ലാദം വ്യാപിപ്പിച്ചു. ജനങ്ങളെ നല്ല രീതിയിൽ തന്നെ എന്റർടൈൻമെന്റ് ചെയ്തു. ഉസ്കെ ബാദ് ഉസ്നെ ദർശകോं से बातचीत की, കാണികളുമായി സംസാരിച്ചു, നൃത്തം ചെയ്തു, നൃത്യ കിയ और अपनी माम सहित, തൻ്റെ അമ്മയടക്കം കൈ ഗായകോं की नकल उतारी, ഒരുപാട് ഗായകരെ അനുകരിച്ചു, ഇമിറ്റേറ്റ് ചെയ്തു. मासूमियत में उसने थोड़ी देर पहले फटी माम की आवाज और उसके फुसफुसाने की भी नकल उतार दी. വളരെ നിഷ്കളങ്കതയോടുകൂടി തൊട്ടു മുമ്പ് മൈക്കിൽ പാടുമ്പോൾ ഇടറിപ്പോയ അമ്മയുടെ ശബ്ദവും ആ രംഗവും അവൻ അനുകരിക്കാൻ തുടങ്ങി നിഷ്കളങ്കതയോടെ. ലോകോമേ ടഹാക്കോ കി ഹിസ്സേദാരി ഹുയി, ജനങ്ങളിൽ പൊട്ടിച്ചിരി പടർന്നു. അവർ സ്റ്റേജ് പർ ജംകർ പൈസേ ബർസേ, അവർ വീണ്ടും വീണ്ടും സ്റ്റേജിലേക്ക് പണം വർഷിക്കാൻ തുടങ്ങി, പണം എറിയാൻ തുടങ്ങി. അന്ത്മേ മാം ജബ് ഉസ്സേ ലേനയായിത്തോ, അവസാനം അമ്മ അവനെ എടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് വന്നപ്പോൾ ദർശകോനെ ദേർ തക്ക് കടേ ഹോക്കർ താലിയാൻ ബജായി, ഒരുപാട് നേരം നിന്ന് കൈകൊട്ടി, വളരെ ക്ലാപ്പ് ചെയ്തു. കൈ ലോകോനെ മാം സേ ഹാത്ത് മിലാക്കർ, അമ്മയുടെ കൈ പിടിച്ച് ഉസ്കെ ചോട്ടെ ബച്ചേക്കോ താരിഫ് കി, നിങ്ങളുടെ മകൻ ഈ ഒരു മകന് ജന്മം നൽകിയ അമ്മയായ നിങ്ങൾ ഭാഗ്യവതിയാണെന്നൊക്കെ പറഞ്ഞ അമ്മക്ക് ഷേക്ക് ഹാൻഡ് നൽകി. ചാർലി സ്റ്റേജ് പർ പഹലി ബാറായ, ചാർലി ഏറ്റവും ആദ്യമായിരുന്നു വന്നത്. അവർ മാം ആഖിരി ബാർ, ഈ സ്റ്റേജ് ഷോ അമ്മയുടെ അവസാനത്തെ സ്റ്റേജ് ഷോ ആയിരുന്നു, മകന്റെ ആദ്യത്തതും. ദുനിയാ കെ സബ്സെ ബഡേ ഷോമേൻ കാ യഹ് പഹല ഷോ താ, ഉസ്നെ ജന്മ ലേ ലിയാ താ, ലോക പ്രശസ്തനായ ഈ ഷോമേന്റെ ആദ്യത്തെ ഷോ ആയിരുന്നു ഇത്. അവൻ ജന്മം എടുക്കുകയായിരുന്നു.